ചേച്ചിന്ന് വിളിച്ചത് ഭയങ്കര വിഷമായി. ഞാൻ കേട്ടു. ഇത് ഈ കുട്ടിയെ പറഞ്ഞു തന്നെ. എന്തിനാ മോളെ നിനക്ക് വിഷമണി അവളെ പറഞ്ഞ പോലെ. ഞാൻ തെക്കേടത്തെയാ ഗോപാലകൃഷ്ണൻ GP. തിന്നാമുണ്ടോ കയ്യില്? സോറി, ഞാൻ മുറുക്കാറില്ല. ഞാനും നിർത്തി. മരം വെട്ടുകാരനായിരുന്നു എന്റെ അപ്പൻ. കൺമുമ്പിൽ വെച്ച് എന്റെ അമ്മച്ചിയെ കയറി പിടിച്ച പഞ്ചർ സാഹിബിനെ. അപ്പൊ നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ സ്വന്തം ഇന്നസെന്റ് ഏട്ടൻ. സുഖമായിട്ടിരിക്കണോ? അപ്പൊ പുതിയ എപ്പിസോഡൊക്കെ തുടങ്ങാൻ പോവാണ്. പക്ഷെ എന്നത്തെ പോലെ നമ്മുടെ ഗിഫ്റ്റ് കൊടുക്കല്ലേ പ്രേക്ഷകർക്ക്. അപ്പൊ പ്രാഞ്ചിയേട്ടനിലെ ഒരു സീനായാലോ? പ്രാഞ്ചിയേട്ടനിൽ കുറെ സീനുകളുണ്ട്. അതില് ഇന്നസെന്റ് ഏട്ടന്റെ ഒരു സീനുണ്ട്. പ്രേക്ഷകരുടെ മനസ്സിൽ എന്നും നിൽക്കുന്ന ഒരു സീൻ. പക്ഷെ തൃശ്ശൂർ ഭാഷയാണ് അതിൽ. അതിന്റെ വിശേഷങ്ങൾ എനിക്ക് അറിയണം. ആദ്യം നമുക്ക് സീൻ കാണാം. ഈ പത്മശ്രീ എന്ന് പറയണത് പെട്ടെന്ന് അങ്ങനെ ആർക്കും ഇന്ത്യയിൽ കിട്ടിയ ചരിത്രമില്ല. നമ്മളിപ്പോ ഒരു ശ്രമം നടത്തി. ഇനി അടുത്ത തവണ നമുക്ക് ഒന്നുകൂടി ശ്രമിക്കാം. കിട്ടുന്നത് വരെ ശ്രമിക്കും. നീ ഇങ്ങനെ കോംപ്ലക്സ് അടിച്ച് വീട്ടിൽ ഇങ്ങനെ ചടഞ്ഞു കൂടിയിരിക്കേണ്ട ഒരു കാര്യമില്ലാട്ടാ. നിന്റെ ടൈം തെളിഞ്ഞൂടാ. ഞാൻ വന്നത് അത് പറയാനല്ല. നിനക്ക് ഷെവലിയാർ വേണോ? ഷെവലിയാർ പട്ടം 10ന്റെ കാശ് മുടക്കണ്ട, കിട്ടാൻ വകുപ്പുണ്ട്. കിട്ടുവോ? കിട്ടുന്നല്ല, കിട്ടി ഞങ്ങൾ വെച്ചോ. എന്നെ തന്നെപ്പോലൊരു കൂട്ടുകാരനെ കിട്ടണമെങ്കിൽ ഭാഗ്യം ചെയ്യണ്ടോ? താനിങ്ങോട് വന്ന് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. പറഞ്ഞോളൂ, എല്ലാം തുറന്നു പറഞ്ഞോളൂ. തന്നെ ആരെങ്കിലും ഒക്കെ ആക്കിയിട്ടേ എനിക്ക് സ്വസ്ഥായിട്ട് ഇരിക്കാൻ പറ്റൂ. ഈ വാസും എന്നാ പറയണേ, ഞാൻ തന്നെ എന്തെങ്കിലും ഒക്കെ ആക്കും. റാജി, ഞാൻ പകലടിക്കില്ല കേട്ടോ. ഞാനടിക്കണോ? എന്നെ ഇടയ്ക്കൊക്കെ ഇങ്ങോട്ട് ഇറങ്ങട്ടോ. എനിക്ക് വേറെ ചില കാര്യങ്ങളോട് പറയാനുണ്ട്. ഡോ പ്രാഞ്ചി, ഒരു ക്രിസ്ത്യാനി ഒരു മേനെ തല്ലിയതായിട്ട് ഞാൻ എടുക്കണില്ല. ഒരു കൂട്ടുകാരനെ തല്ലിയ അത്രേ ഉള്ളൂ. വെറുതെ ഉള്ള പട്ടിയുടെ മുന്നേ നിനക്ക് പത്മശ്രീ കിട്ടാണ്ട് പോയി. നിന്നെ കരയാകോ ഓഫീസിലേക്ക് പോകാ. പറയൂ, ഞാൻ ചോദിക്കുന്നില്ല. അല്ല, അത് ആ സീൻ എടുക്കുമ്പോ ഇയാളെ കുറെ വട്ടം ചുറ്റിച്ചു ഞാൻ. ആരെ? ഈ മമ്മൂട്ടി എന്ന് പറയുന്ന പ്രാഞ്ചി എന്ന് പറയുന്ന കഥാപാത്രത്തിനെ അത് വാങ്ങിത്തരാം, ഇത് മേടിച്ചു തരാം, അങ്ങനെ. പക്ഷെ ഇങ്ങനെ ഇതിനു വേണ്ടി നടക്കുന്ന കുറെ ആളുകളുണ്ട്. ഇതിനു വേണ്ടി പത്മശ്രീ, പത്മഭൂഷൺ. ഇപ്പൊ ഞാൻ MP ആയതിനു ശേഷം തന്നെ പലരും എന്നോട് ചോദിക്കാറുണ്ട്. എനിക്കതിനെ പറ്റിയൊന്നും യാതൊരു പിടിയോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പൊ വെറുതെ ഇരിക്കുന്ന എന്നോട് ഇയാൾ ഇത് പറഞ്ഞ അവസാനം ഞാൻ പറഞ്ഞ ശൗരിയാർ പട്ടം മേടിച്ചു തന്നെ. അയാളാകെ കാശും കൊടുത്തു, എല്ലാം കൊടുത്തു കഴിഞ്ഞ് സ്വപ്നം കണ്ടതാണ് അയാൾക്ക് പത്മശ്രീ കിട്ടുന്നത്. അപ്പൊ അയാൾ എന്നിട്ട് അതിന് ശേഷം ഇയാൾ മരിച്ചിട്ട് അയാളുടെ ബോഡി പോകുമ്പോൾ പോലീസ് സെല്യൂട്ട് ചെയ്യുന്നതും ഒക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞിട്ട് അയാൾ നിരാശയായിട്ടിരിക്കുമ്പോഴാണ് ഇയാൾ പറഞ്ഞു, ഞാൻ നിനക്ക് എന്തെങ്കിലും മേടിച്ചു തന്നിട്ടാണ് പോകുള്ളൂ. പിന്നെ പറയണത് അകത്ത് കയറി വാതിലടച്ച് കഴിഞ്ഞപ്പോ പറയാ, ഞാൻ പകലടിക്കില്ലാട്ടാ. അപ്പൊ ഇയാള് പറയാം, ഞാൻ പകലടിക്കും. അപ്പൊ നമുക്ക് എന്താ തോന്നണമെന്നില്ല, ലേശം വെള്ളടിക്കാനായിരിക്കുന്ന വിചാരിച്ചത്. പിന്നെയാണ് പട്ടേന്ന് പറഞ്ഞ് അടി കൊടുക്കുന്നത്. പിന്നെ അവസാനം പറയുന്നുണ്ട്, അടി കൊണ്ടപ്പോ ബോധം തെളിഞ്ഞു എനിക്ക് ശരിക്കും. ഞാൻ പറയുന്നുണ്ട്, ഒരു ക്രിസ്ത്യാനി ഒരു നായരെ അടിച്ചു എന്ന് ഞാൻ പറയില്ല. കൂട്ടുകാരനെ തല്ലി, അല്ലെങ്കിൽ അതൊരു ആ പറയുന്നതിന്റെ അർത്ഥം ഞാൻ ഇതിൽ വെച്ച് അവസാനിപ്പിച്ചു, അത്രേ ഉള്ളൂ. അതാണ് ആ സീൻ. അതൊക്കെ അയാള് ഉണ്ടാക്കിയിട്ടുള്ള സീനാണ്. രഞ്ജിത്ത് ഡയറക്ടർ. അപ്പൊ സന്തോഷം. അപ്പൊ നമുക്ക് നമ്മുടെ പ്രോഗ്രാം തുടങ്ങല്ലേ? ഇന്നത്തെ പോലെ ഓഡിയൻസ് നല്ലൊരു കയ്യടി കൊടുക്കും ഇന്നസെന്റ് ഏട്ടനെ. താങ്ക് യു. ലോകമെമ്പാടുള്ള മലയാളികൾ എവിടെയുണ്ടോ അവിടെ ഈ താരത്തെ ആരും അറിയാതെ പോവില്ല. അങ്ങനെ ഒരു സൂപ്പർ സ്റ്റാർ ആണ് നമ്മുടെ ഉത്സവം സൂപ്പർ സ്റ്റാറിൽ വന്നിരിക്കുന്നത്, നമ്മുടെ സ്വന്തം സോമദാസ്. എന്താണ് വിശേഷം? സുഖമായിട്ടിരിക്കണോ? തിരക്ക് പിടിച്ച ആളാന്ന് ഞങ്ങൾക്ക് അറിയാം. എന്നാലും പ്രോഗ്രാംസ് കൊണ്ട് ഒത്തിരി ഉണ്ട്. ഇപ്പൊ ഒന്നും പറയണ്ട, അതൊക്കെ പ്രേക്ഷകർക്കും ഞങ്ങൾക്കൊക്കെ അറിയണം.
പക്ഷേ അതിനു മുന്നേ ഞങ്ങൾക്ക് എന്താണ് ഇന്ന് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്? ഇന്ന് ഒന്ന് രണ്ടൊന്ന് പാട്ടുകൾ അടിപൊളിയാണ്, പാടാമെന്ന് വിചാരിച്ചു. കുളിക്കാൻ പോവാണ്. റെഡി? ഇന്നസെന്റ് ഏട്ടാ റെഡി? പാടപ്പുഴ പാടി നീത്തി നന്ദുണിപ്പാട്ട് പാടപ്പുഴ പാടി നീത്തി നന്ദുണിപ്പാട്ട് ചൊല്ലാ കഥയിലെ കാണാ പൊരുളിലെ ചൊല്ലാ കഥയിലെ കാണാ പൊരുളിലെ മേളങ്ങൾ തുയിലുണർത്തിയ നന്ദുണിപ്പാട്ട് നാക്കില്ല കൊന്നിനറിയാം നാടില്ല കാറ്റിനറിയാം നാക്കില്ല കൊന്നിനറിയാം നാടില്ല പാട്ടിനറിയാം പാണന്റെ പൊന്നുടുക്കിലെ നാടോടിത്താളം ഈ നാടോടിത്താളം പാണപ്പുഴ പാടി നിർത്തി നന്ദുണിപ്പാട്ട് പാണപ്പുഴ പാടി നിർത്തി നന്ദുണിപ്പാട്ട് ചൊല്ലാ കഥയിലെ കാണാ പൊരുളിലെ ചൊല്ലാ കഥയിലെ കാണാ പൊരുളിലെ ഓലങ്ങൾ നെയ്തുണർത്തിയ നന്ദുണിപ്പാട്ട് നന്ദുണിപ്പാട്ട് നാക്കില്ല കൊന്നിനറിയാം നാടില്ല കാറ്റിനറിയാം നാക്കില്ല കുന്നിനറിയാം നാടില്ല കാറ്റിനറിയാം പാണന്റെ കൊയ്തുണർത്തിയൊരു നാടോടിത്താളം ഈ നാടോടിത്താളം പാണപ്പുഴ പാടി നിർത്തി നന്ദുണിപ്പാട്ട് പാണപ്പുഴ പാടി നിർത്തി നന്ദുണിപ്പാട്ട് ഇനി ധനുഷിൻ്റെ പുതിയ ഫിലിമിലൊരു പാട്ട് മറുവാർത്തൈ സിദ് ശ്രീറാം യങ് സ്റ്റാർ അദ്ദേഹം പാടിയൊരു പാട്ട് மறுவார்த்தை பேசாது மடி மீது நீ தூங்கிடு இமை போல நான் பார்க்க கனவாய் நீ மாறிடு மயில் தோக போலை விரலும் உனை வருடும் மனப்பாடமாய் உரையாடல் நிகழும் காலைகள் முடியாத
மாலைகளில் வடியாத வேர்வை துளிகள் பிரியாத போர்வை நொடிகள் மடி காட்டும் கடிகாரம் தருவாதை அறிந்தோம் உடை மாற்றும் இடவேளை அதன் பின்பே உணர்ந்தோம் மறவாதை மனம் மடிந்தாலும் வரும் முதல் நீ முடிவு நீ மலர் நீ அகிலம் അസലായിരുന്നു. കാരണം ഞാൻ സ്റ്റേജ് വിട്ടുവരുമ്പോ എനിക്ക് ടെൻഷനായിരുന്നു, പക്ഷെ ഇത് മേലെ തകർത്തു. ഇത്ര നേരം ഞാൻ അവിടെ ഇരിക്കല്ലായിരുന്നോ? നമുക്ക് ഒന്നിച്ച് നിന്നിട്ട് ചേട്ടൻ ഒരു പാട്ട് പാടുന്നു, ഞാൻ കൂടെ നിൽക്കുന്നു. ആ ஆளால கண்டா ஆடலுக்கு தகப்ப வணக்கங்கோ என்ன ஆடாம ஆட்டி வச்ச வணக்கங்கோ காலுக்கு சலங்கையிட்ட உன் காலடிக்கு முதல் வணக்கம் என் கால் நடமாடுமையா இந்த வட்டளக்கு விழும் வரைக்கும் என் காலுக்கு சலங்கையிட்ட உன் காலடிக்கு முதல் வணக்கம் என் கால் நடமாடுமையா இந்த கட்டழகு விழும் வரைக்கும் நீ ஒன்று ஒன்று என்ற போதும் அட இல்லை இல்லை என்ற போதும் சபையாடிய பாதம் இது நிற்காது வரும்போதும் ஆளால கண்ட ஆடலுக்கு தப்ப வணக்கம்ங்க என்ன ஆடாம ஆட்டி வச்ச வணக்கம்ங்க மழை துளி மண்ணில் சங்கமம் உயிர் துளி வானில் சங்கமம் உடல் பொருள் ஆவியல்ல கலையில் சங்கமம் சங்கமம் மழை துளி மண்ணில் சங்கமம் உயிர் துளி வானில் சங்கமம் உடல் பொருள் ஆவியல்ல கலையில் சங்கமம் சங்கமம் தண்ணியில மீன் அழுதா கரைக்கு தகவலும் வருவதில்லை எனக்குள்ள நான் அழுதா துடக்கவே எனக்கு ஒரு நாதி இல்லை என் கண்ணீரை ஒவ்வொரு சுத்தும் வைரம் வைரமாகுமே சபதம் சபதம் என்றை செலங்கை பாடுவே மனமே மனமே சபதம் வெல்லும் மட்டும் சாயாதீர் விழியே விழியே இமையை தீயும் போதும் கலங்காதீர் நதி எத்தனையும் கடலில் சங்கமம் நட்சத்திரம் அத்தனையும் பகலில் சங்கமம் கலைகளில் வெகுமதி உன்னிடத்தில் சங்கமம் சங்கமம் மழை துளி மண்ணில் சங்கமம் உயிர் துளி வானில் சங்கமம் உடல் பொருள் ஆவியல்ல கலையில் சங்கமம் சங்கமம் ஆளால கண்டா ஆடலுக்கு தகப்ப வணக்கம்கோ என்ன ஆடாம ஆட்டி வச்ச வணக்கம்கோ நன்னார நரா நர 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 டரர து 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 மழைக்காகத்தான் மேகம் கலைக்காகத்தான் நீயும் உயிர் கலந்தாடுவோம் நாளும் மகனேவா நீ சொந்த காலிலே நில்லு
தலை சுற்றும் பூமியே வெல்லு இது அப்பன் சொல்லியா சொல்லு மகனேவா மகனேவா ஊருக்காக ஆடும் கலைஞன் தன்னை மறப்பா என் கண்ணீரை மூடிக்கொண்டு இன்பம் கொடுப்பா புலிகள் அழுவது ஏது அடப்பழவையும் அறியாது போர்க்குள்ள நீ புகும் போது புல் தைப்பது காலறியாது மகனே மகனே காற்றுக்கு ஓயும் போது அடையாது கலைக்கு ஒரு தோல்வி கிடையாது 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 ஆளால கண்டா ஆடலுக்கு தப்ப வணக்கம் கோ என்ன ஆடாமாட்டி வச்ச வணக்கம் கோ என் காலுக்கு சிலங்கையிட்ட உன் காலடிக்கு முதல் வணக்கம் என் கால் நடமாடுமையா இந்த கட்டழகு வெள்ளம் வரைக்கும் நீ ஒன்று என்ற போதும் அட இல்லை இல்லை என்ற போதும் நீ ஒன்று என்ற போதும் அட இல்லை இல்லை என்ற போதும் சபையாடிய பாதம் இது நிற்காது வரும்போதும் மழைத்துளி மண்ணில் சங்கமம் உயிர் துளி வாரில் சங்கமம் உடல் பொருள் ஆவி எல்லா கலைக சங்கமம் சங்கமம் மழைத்துளி மண்ணில் சங்கமம் உயிர் துளி வாரில் சங்கமம் உடல் பொருள் ஆவி எல்லா கலைக சங்கமம் சங்கமம் மழைத்துளி மண்ணில் சங்கமம் உயிர் துளி வாரில் சங்கமம் உடல் பொருள் ஆவி எல்லா கலைக சங்கமம் சங்கமம் மழைத்துளி மண்ணில் சங்கமம் உயிர் துளி வாரில் சங்கமம் உடல் பொருள் ஆவி எல்லா கலைக சங்கமம் சங்கமம். പാട്ട് അസലായിരുന്നു. വളരെ സ്ട്രെയിൻ ചെയ്തിട്ടാണ് അദ്ദേഹം പാടുന്നത്. ആ പാട്ടങ്ങനെ സാധാരണ ആൾക്കാർ പാടുന്ന പാട്ടല്ല, ഇത്തിരി ബുദ്ധിമുട്ടാണ്, മനസ്സിലായോ? അത് നന്നായിട്ട് പാടി. ഒരു ഗ്യാപ്പിന് ശേഷമാണ് എനിക്ക് കോമഡി ഉത്സവത്തിൽ അങ്ങനെ ഒരു അവസരം കിട്ടിയത്. അത് ഒരുപാട് ഗുണം എനിക്ക് ചെയ്തു. ഇനി വരുന്നത് ഒരു കോംബോ പെർഫോമൻസ്. അതിനായിട്ട് നമുക്ക് വെൽക്കം ചെയ്യാം പ്രഗേഷ് ആൻഡ് പ്രേം കണ്ണൻ. ഉത്സവം സൂപ്പർ സ്റ്റാർ എന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു. അപ്പോൾ ഇതിലേക്ക് ക്ഷണിച്ച ഇതിൻ്റെ എല്ലാ പ്രവർത്തകരോടും നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. കോമഡി ഉത്സവ വേദി എൻ്റെ ഒരു സ്വപ്നവേദി തന്നെയായിരുന്നു. അതിന് വളരെയധികം നന്ദി. ഞാൻ ഫ്ലവേഴ്സ് ടിവിയോട് നന്ദി പറയുന്നു. ഹലോ ഹലോ, നിങ്ങളാണ് സ്റ്റാറുകൾ. പെർഫോമൻസ് കാണല്ലേ? തീർച്ചയായിട്ടും റെഡി, തുടങ്ങല്ലേ? ഓക്കെ. എന്താണ് ഇത് കോംബോ മിമിക്രി, മിമിക്രീസ് രണ്ടുപേരും കൂടെ സിനിമാ താരങ്ങൾ. ഓക്കെ, റെഡി. കുഞ്ചൻ്റെ ശബ്ദമാണ്. കുഞ്ചൻ ചേട്ടൻ്റെ. ഓക്കെ. അയ്യോട്ടോ എന്ന സിനിമയിലൂടെ ജനശ്രദ്ധ നേടിയ കോമഡി താരം ഓക്കെ. കുഞ്ചൻ സാർ. എന്നെപ്പോൾ യുവ കോമഡി മുഖത്ത് നോക്കി ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുന്നത് ശരി അറിവില്ല. ഇവിടെ ഓക്കെ, ഞാൻ ചെയ്യാൻ പോകുന്നത് കോട്ടയം പ്രതിഭേട്ടൻ്റെ ശബ്ദമാണ്. ഓക്കെ. കട്ടപ്പനയിലെ ഋതിക് ഋതിക് റോഷൻ റോഷൻ. സിനിമയിലെ ഒരു ഡയലോഗ്. ഓക്കെ. അത് കലക്കി കിടുക്കി തിമർത്തു. അല്ല, സസി എന്നുള്ള പേര് മാറ്റിയാർന്നൊന്ന് കേട്ടോ. എന്നതാ പുതിയ പേര്? സോമന്നോ? ഇപ്പോഴാ സോമനൂളിയായ. താങ്ക് യു. ഇവിടെ മോളി ചേച്ചി ചാളമേരി. ആ, ചാളമേരി. ആ മാതാവേ, എന്തൊരു കിടപ്പാ സാറേ ഈ കിടക്കണത്, തുണിയിലാണ് കിടക്കണത്. അയ്യോ, എന്താ സാറേ ഇത്? ആ വല്ല കാട്ടുപൂച്ചം ആ പട്ടിയാറ്റ് കടിച്ചിട്ട് രാവിലെ ആഷിക്കുമ്പോട്ട് പടം പോലെയാവും കേട്ടാ. ആ ഞാൻ പോണു. ഇനി ഒരു രാഷ്ട്രീയ നേതാവിന്റെ ശബ്ദമാണ്. ഓക്കെ. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാറിന്റെ ശബ്ദമാണ്. അദ്ദേഹം ലേലം എന്ന സിനിമയിൽ നമ്മുടെ സോമൻ സാർ അഭിനയിച്ച ആ കഥാപാത്രത്തിന്റെ ഒരു ഡയലോഗാണ് പറയാൻ പോകുന്നത്. ഓക്കെ. നേരാ തിരുമേനി, ഈ പച്ചൻ പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല. മരം വെട്ടുകാരനായിരുന്നു എൻ്റെ അപ്പൻ. കൺമുമ്പിൽ വെച്ച് എൻ്റെ അമ്മച്ചിയെ കയറി പിടിച്ച പഞ്ചർ സാഹിബിനെ അല്ല,
റേഞ്ചർ സാഹിബിന് ഒറ്റ വെട്ടിന് 3 തുണ്ട അല്ല 2 തുണ്ട ഇട്ട് എൻ്റെ അപ്പൻ ജയിലിൽ പോകുമ്പോൾ അന്ന് എനിക്ക് 50 വയസ്സ് അല്ലല്ലോ 9 വയസ്സ്. കഴിമരത്ത് നിന്റെ അപ്പൻ ഇറക്കുമ്പോൾ അപ്പൻ്റെ വായിൽ നിന്നും മൂക്കിൽ നിന്നും ഇത്രയും വന്ന പുഴുക്കളാണ് ഇറങ്ങിയത്. അന്ന് തീർന്നതാ ഈ പളുവെളുത്ത കുപ്പായത്തോടുള്ള വെറുപ്പ്. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ ഇനി തമിഴ് ആക്ടർ വിവേകിനെ ഒന്ന് ആദ്യമായിട്ടാണ് ശ്രമിച്ചു നോക്കാം. ഓക്കെ. ஆஹா வாசந்தி படையப்பா படத்துக்கு அப்புறம் ரஜினி சார் அடுத்த படம் வர்றதுக்கு எங்க ஏற்பட கேப்பு என்ன ஓகே சொல்லிட்டாரா? என்ன டைட்டில் தெரியுமா? അണ്ടിപ്പുലി സോളോ ടൈഗർ. ആഹാ വരട്ടെ വാ. ഇനി നമ്മുടെ ശ്രീനിവാസ് സാറിൻ്റെ മകനായിട്ടുള്ള വിനീത് ശ്രീനിവാസൻ്റെ ശബ്ദം അദ്ദേഹം നമ്മുടെ ഉത്സവം സൂപ്പർ സ്റ്റാറിലേക്ക് വരാണെങ്കിൽ അദ്ദേഹം പറയുന്നത്. എല്ലാവർക്കും നമസ്കാരം. എന്താ പറയാ, ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നപ്പം കുറേ കാര്യങ്ങൾ പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഭയങ്കര ടെൻഷനായിപ്പോയി. ആക്ച്വലി ഓക്കെ, ഞാൻ പറയാം. ഉത്സവം സൂപ്പർ സ്റ്റാറിലേക്ക് വന്നപ്പം ഇവിടെ കുറേ പെർഫോമൻസ് കാണാൻ കഴിഞ്ഞു. എന്തായാലും എല്ലാം അടിപൊളി. എനിക്ക് പേഴ്സണലായിട്ട് പറയാനുണ്ടെങ്കിൽ എല്ലാവരും എൻ്റെ സിനിമ കാണണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, താങ്ക് യു. ഇവിടെ ഇനി ഹിസൈനസ് അബ്ദുള്ള എന്ന സിനിമയിലെ നമ്മുടെ തലമൂത്ത കാരണവർ തിക്കുറിശി സുകുമാരൻ നായരെ. ഓക്കെ. കിട്ടുന്നതിൽ ഒരു ഓഹരി എനിക്കും ബാലരാമനും കൂടി തരാമെങ്കിൽ വഴി ഞാൻ പറയാം. തരുവോ? ശ്രീകൃഷ്ണൻ മാതുലൻ കംസനെ വധിച്ച കഥ കേട്ടിട്ടില്ലേ? അർജുനൻ സ്വന്തം സഹോദരനായ കർണൻ്റെ നെഞ്ചത്ത് ദിവ്യാസ്ത്രം പ്രയോഗിച്ചത് കേട്ടിട്ടില്ലേ? അതൊന്നും അധർമ്മമായിരുന്നില്ല. യുദ്ധത്തിൽ പിതാവോ പുത്രനോ അമ്മാവനോ അനന്തരവനോ ആരുമില്ല. ശത്രു മാത്രമേ ഉള്ളൂ, ശത്രു. ഇനി സോൾട്ട് ആൻഡ് പെപ്പർ എന്ന സിനിമയിലൂടെ കോമഡിയിലേക്ക് എത്തിയ നമ്മുടെ അഡ്വക്കേറ്റ് ബാബുരാജ് സാറിലെ ബാബുരാജ് ചേട്ടൻ നല്ല ശബ്ദം. ഉള്ളിയറിഞ്ഞ ആരെയും കണ്ണെരിയും. അപ്പൊ പിന്നെ ഇതും തൊട്ടാ എത്ര ദിവസമായി സാറത് എവിടെ പോയി കിടക്കാറുണ്ട്? കല്യാണരാമൻ എന്ന സിനിമയിലെ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയും സുബ്ബലക്ഷ്മി അമ്മയുടെ ഒരു കോമ്പിനേഷനാണ്. ഓക്കെ. കുട്ടിയുടെ പേരെന്താ? നിന്റെ അല്ല, ഈ കുട്ടിയുടെ. ആരാ മനസ്സിലായില്ല. ഞാൻ തെക്കേടത്തെയാ, ഗോപാലകൃഷ്ണൻ GP. ഉണ്ടോ കയ്യില്? സോറി, ഞാൻ മുറുക്കാറില്ല, നിർത്തിയതാ. ഞാനും നിർത്തി. അതെടുക്കുമ്പോ ഞാനുണ്ട്. അതെ അതെ അതെ. ആ മൂവിയിൽ ഇന്നസെന്റ് ഏട്ടൻ തകർത്ത് അഭിനയിച്ചതാ. രണ്ടുപേരും നന്നായി, രണ്ടുപേരും കലക്കി. ഈ ബാബുരാജിന്റെ ശബ്ദമൊന്നും അധികം ആൾക്കാർ എടുക്കാറില്ല. ഇന്നലെ ബാബുരാജ് എൻ്റെ കൂടെ ഫ്ലൈറ്റിലുണ്ടായിരുന്നു. പക്ഷെ ഞാനതാണ് അത് ഏത് പടത്തിലാണെന്നുള്ളത് മാത്രമേ എനിക്ക് പ്രശ്നം ഉണ്ടായിരുന്നു. അസലായിരുന്നു അല്ലേ? പിന്നെ രണ്ടാളും അസലായിട്ട് ചെയ്തു. മോളി ചേച്ചിരെ ഞാൻ അവരുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്, എനിക്കറിയാം അവരുടെ ശബ്ദം. അതിന് മുമ്പ് ആരുടെ ചെയ്തേ? കുഞ്ചൻ സാറിന്റെ. കുഞ്ചനൊക്കെ ഞാൻ സിനിമയെ അഭിനയിക്കാൻ വേണ്ടി മദ്രാസിൽ 10-46 കൊല്ലം മുമ്പ് ചെല്ലുന്ന സമയത്ത് ഞാനും കുഞ്ചനും തമ്മിൽ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കാറുണ്ട് സിനിമാ നടനാവാൻ വേണ്ടിയിട്ട്. ഇതേപോലെ തന്നെയാണ് കുഞ്ചൻ്റെ ഈ പറഞ്ഞ ആ പടത്തിലെ അഭിനയം. കറക്റ്റ്. പറയൂ, രണ്ടുപേരുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? കോമഡി ഉത്സവം എന്ന പരിപാടിക്ക് ശേഷം വളരെ നല്ല രീതിയിൽ തന്നെ പ്രോഗ്രാമൊക്കെ പോകുന്നുണ്ട്. നിരവധി ഷോസ് കിട്ടുന്നുണ്ട്. പിന്നെ ഒരുപാട് അനുമോദനങ്ങൾ. ഒരുമിച്ചാണോ നിങ്ങൾ പ്രോഗ്രാം ചെയ്യുന്നത്? ഒരുമിച്ച് ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. നേരത്തെ അറിയാം, ഇതൊരു തുടക്കാവട്ടെ. കോമഡി ഉത്സവത്തിൽ വന്നതിന് ശേഷം പരിചയപ്പെട്ടാണ്. പിന്നെ ഒരുപാട് അനുമോദനങ്ങൾ കിട്ടുന്നുണ്ട്. പിന്നെ ഞാൻ പഠിച്ച സ്കൂളിൽ നിന്നും ആദരവ് കിട്ടി. പിന്നെ അങ്ങനെ പോകുന്നു. ഉത്സവം സൂപ്പർ സ്റ്റാറിൽ ഇപ്പോൾ എത്തി നിൽക്കുകയാണ്. വലിയൊരു ഭാഗ്യം തന്നെയാണ്. ഇവിടെ നല്ല വിശേഷം ചേച്ചി. ഒരുപാട് കോമഡി ഉത്സവത്തിന് വന്നതിന് ശേഷം ഒരുപാട് പരിപാടികൾ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നാട്ടിലൊക്കെ നല്ല ഒരു പേരൊക്കെയാണ്. അവരുടെ അനുമോദനങ്ങളൊക്കെ കിട്ടി. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയും ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ വലിയൊരു മാറ്റം തന്നെയാണ് ഉണ്ടായത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഈ ഉത്സവം സൂപ്പർ സ്റ്റാറിൽ വരാൻ പറ്റി. അതൊക്കെ വലിയൊരു ഭാഗ്യമായിട്ട് കാണാം. ഓക്കെ, അപ്പൊ ഇനി അങ്ങോട്ട് നല്ല ഉയർച്ചകൾ ഉണ്ടാവട്ടെ. താങ്ക് യു. ഇപ്പൊ രണ്ടുപേരുടെ ഓട്ടോഗ്രാഫും കൂടെ വേണം. ചേച്ചിന്ന് വിളിച്ചത് ഭയങ്കര വിഷമമായി. ഞാൻ കേട്ടു. ഔവാ, ഞാൻ പറഞ്ഞില്ലേ ഈ കുട്ടിയെ പറഞ്ഞു തന്നെ അങ്ങനെ പറയാനായിട്ട്. ഇത് ഈ കുട്ടിയെ പറഞ്ഞു തന്നെ. എന്തിനാ മോളെ നിനക്ക് വിഷമണി അവളെ പറഞ്ഞപ്പോ
വരുന്നത് ഒരു സോളോ പെർഫോമൻസ്. അതിനായിട്ട് നമുക്ക് സ്വാഗതം ചെയ്യാം അഭിജിത്ത്. ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ടേണിംഗ് പോയിന്റായിട്ട് കോമഡി ഉത്സവത്തിനെ ഇപ്പോൾ ഞാൻ വിശേഷിപ്പിക്കുകയാണ്. എ.ആർ. റഹ്മാൻ സാർ കമ്പോസ് ചെയ്ത യോധയിലെ പടകാളി എന്നൊരു പാട്ട് അവിടെ കൂടുതൽ വായിച്ചുകൊണ്ടായിരുന്നു കോമഡി ഉത്സവത്തിൻ്റെ വേദിയിലേക്ക് കടന്നു വരുന്നത്. ഇപ്പോൾ ഉത്സവം സൂപ്പർ സ്റ്റാറിലേക്ക് വരികയാണ്. അഭിജിത്ത്, അസലായി, നല്ല രസമുണ്ടായിരുന്നു, നല്ല ഫീൽ ആയിരുന്നു. ഇന്നസെന്റേട്ടാ എങ്ങനെയുണ്ട്? നന്നായില്ലേ? മനസ്സിലായി, ആസ്വദിക്കായിരുന്നു അല്ലേ? അതെ അതെ, നമ്മൾ വളരെ നന്നായിട്ട് അദ്ദേഹം വായിച്ചു എന്നുള്ളത്. ഫ്ലൂട്ട് പഠിക്കുന്നുണ്ടോ? ഇല്ല, പഠിക്കണില്ല. ഇത് ഇങ്ങനെ ഓതി പഠിച്ചതാ? വായിച്ചു പഠിച്ചു. ഓ, ഇങ്ങനെ വായിച്ചു പഠിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതാണ് അല്ലേ? അതെ. അപ്പൊ ഇനി ഒരു സ്പെഷ്യലും കൂടി ഉണ്ടല്ലോ അല്ലേ? എന്താണ്? നമ്മുടെ മലയാളം മെലഡി. മലയാളം
വരാൻ പോകുന്നത് ഒരു ഗ്രൂപ്പ് പെർഫോമൻസാ. അതിനായിട്ട് നമുക്ക് വെൽക്കം ചെയ്യാം കർമ്മ മ്യൂസിക് ബാൻഡ്. കോമഡി ഉത്സവത്തിൻ്റെ ഒരു വേറിട്ടൊരു പ്രോഗ്രാമായ ഉത്സവം സൂപ്പർ സ്റ്റാറിൽ ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. ഇന്ന് ഞങ്ങളിവിടെ ആലപിക്കാൻ പോകുന്നത് നിങ്ങളെല്ലാവരും കേട്ട് മറന്ന ഒരു പിടി നല്ല തമിഴ് സൂപ്പർ ഹിറ്റ് കിടിലൻ ഗാനങ്ങളുമായിട്ടാണ്. கொஞ்சம் நிலவு கொஞ்சம் நெருப்பு ஒன்றா சேர்ந்தால் தேகம் கொஞ்சம் நெஞ்சு கொஞ்சம் அமுதம் ஒன்றாக சேர்ந்தால் கண்கள் கொஞ்சம் மிருகம் கொஞ்சம் கடவுள் ஒன்றா சேர்ந்தால் சந்திரலேகா பிறந்தால் கூந்தல என்று சூரியன் நிலவாயானது அங்கே என் மனம் இன்று போனது எங்கே மன்மதனே ஒன்றது எங்கே கண்ணத்தை தொட்டால் சந்தனம் கொட்டும் வெக்கத்தை தொட்டால் குங்குமம் கொட்டும் உன்னகை பட்டால் மல்லிகை மொட்டும் பார்த்தால் பருவம் மூச்சு மொட்டும் காலடி ஓசைகள் சம்பளி சேர்த்தது அம்மம்மா பிக்காசோவின் ஓவியம் உண்டு சிம்பனி ஒன்று பெண்ணாய் மாறியதோ அந்த புறத்தின் மகாராணி அந்த புறத்தும் மகாராணி அழகிய லைலா அவளை வளது ஸ்டைலா சந்தன வேலா இவள் மன்மத புயலா அடடா பூவின் மாநாடா அழகுக்கு இவள் தான் தாய் நாடா வெடலை பொண்ணு நுனை நாக்கு வெட்டலையாலே செவந்திருக்கு வேப்ப மரத்து கிளி மூக்கு வெட்டலை போக்க செவந்திருக்கு இடுப்பு சேல இடைவெளியில் எனக்கு மட்டும் இடம் இருக்கு ஆசைப்பட்ட மாமனுக்கு ஆண்டிப்பட்டே வருகேல தெரியும் தெரியும் தானா தெரியும் தடியால் அடிச்சா ஒழியா மலரும் மனசு சேலைக்குள் மறைப்பது ஒழிப்பது அதுதான் பெண்ணின் குணம் உசலம் வெட்டி பெண்குட்டி முத்து பேச்சு
அவசரம் பார்த்து எங்களுக்கு சுளுக்கி போச்சு உசலாம்பட்டி பெங்குட்டி முத்து பேச்சு நீ ஓர கண்ணா பார்த்தாலே நான் உள்ளட்டாச்சு கூட மேல கூட வச்சு குச்சலூர் போறவள குருவிதான் கேட்காதே உடையில வச்ச பூவு குடலூர் வீசுதுன்னு உருவிதான் பார்க்காது ആരാണ് ഇതിന്റെ ലീഡർ? ആണ്. പക്ഷെ നല്ലൊരു പെർഫോമൻസ്. താങ്ക് യു. ഇന്നസെന്റ് ഏട്ടാ വളരെ അടുക്കും ചിട്ടയോടും കൂടി ഇപ്പൊ സാധാരണ ഇങ്ങനെ ഡ്രസ്സൊക്കെ ഇങ്ങനെയൊക്കെ ഇട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡാൻസ് അല്ല, വന്നു കഴിയുമ്പോൾ നമുക്ക് ആ ഡ്രസ്സിനോടൊക്കെ ഒരു ബഹുമാനം തോന്നുകയും പാട്ട് പാടി കഴിയുമ്പോൾ നമുക്ക് അതിനോട് അവരോട് മൊത്തത്തിലൊരു ദേഷ്യം തോന്നുകയും ചെയ്യും. ഇതിപ്പോൾ ഡ്രസ്സൊക്കെ ചെയ്ത് ഇങ്ങനെ വന്ന് അതിൻ്റെ അപ്പുറത്ത് അവരുടെ അടുക്കും ചിട്ടയോടും കൂടിയിട്ടുള്ള സോങ് ആദ്യമായിട്ടാണ് ഞാൻ ഈ കോമഡി ഉത്സവത്തിൽ ഞാൻ കാണുന്നത്. അസലായിട്ട് ഞങ്ങൾ സ്മ്യൂളിൽ നിന്ന് വന്ന ബാൻഡ് ആയതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ സെക്കൻഡ് സ്മ്യൂൾ ബാൻഡാണ്. പക്ഷേ എങ്കിലും ഞങ്ങൾ ആണ് ആദ്യമായിട്ട് ഒരു സ്മ്യൂളിൽ നിന്ന് വന്ന ബാൻഡ് ഒരു മ്യൂസിക് ആൽബം റിലീസ് ചെയ്യുന്നത്. ചെയ്തു. ഞങ്ങളത് നെഹ്റു ട്രോഫിക്ക് ഒരു ട്രിബ്യൂട്ടായിട്ടാണ് കൊടുത്തത്. അത് ഓൾറെഡി റിലീസ്ഡാണ്. ഇന്നസെന്റ് ഏട്ടാ, നമ്മുടെ പ്രോഗ്രാം ഇന്ന് വൈൻഡപ്പ് ആവാൻ സമയമായിരിക്കുകയാണ്. എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് പറയാനുണ്ടോ? വളരെ നന്നായിരിക്കണം ഓരോ പ്രോഗ്രാമും, അല്ലെ, ഒന്നിനൊന്ന് വളരെ മെച്ചമായിട്ട് തന്നെ വന്നു. അതുകൊണ്ട് നമ്മൾ എല്ലാവരും കൂടെ ആസ്വദിച്ചു. ഒരു കയ്യടി പാസ്സാക്കിയ മക്കളെ. മതി. അടുത്ത എപ്പിസോഡുമായി ഞങ്ങൾ വരുന്നവർ തൽക്കാലത്തേക്ക് ഒരു വൈൻഡപ്പ് പറയാണ്. ഉത്സവം സൂപ്പർ സ്റ്റാർ പ്രസന്റഡ് ബൈ ഈസ്റ്റി. സൈനിങ് ഓഫ് ദിയ ആൻഡ് ഇന്നസെന്റ് ഏട്ടൻ.